വെൽക്കം ടു ദ ന്യൂസ് സ്റ്റേഷൻ സാർ. താങ്ക് യു സാറ്. കയറി വാ, അകത്തിരിക്കാം. പുതിയതായി വല്ല കേസ് രജിസ്റ്റർ ചെയ്തിട്ടുണ്ടോ? ഒരു മോഷണ കേസുണ്ട്. 2 പവനുള്ള സ്വർണ്ണമാല മോഷ്ടിച്ചതിന്. അവൻ്റെ പേര് രാമൻ അങ്ങനെ എന്തോ ആണ്. 40 ദിവസം കണ്ടുണ്ടെന്ന് തോന്നുന്നു. അന്വേഷണം തുടങ്ങിയിട്ടില്ല. ഇന്നാണ് കേസ് ഫയൽ ചെയ്തത്. ഇനി ഈവനിങ് നമുക്കൊന്ന് കള്ളിഷാപ്പ് വരെ പോകണം. നീ എൻ്റെ കൂടെ വരണം. കള്ളിഷാപ്പോ? അങ്ങോട്ട് എന്തിനാ സാർ? അതൊക്കെ ഉണ്ട്, അതൊക്കെ അവിടെ ചെന്ന് കഴിയുമ്പോൾ ഞാൻ പറഞ്ഞുതരാം. നീ ഇപ്പം അങ്ങോട്ട് ചെല്ലും. ഇറങ്ങിയില്ലേ നീ? ഇന്ന് ലേറ്റ് ആവും. ആമാ വരണു. ചോറ്റു മാത്രം എടുത്തു വെച്ചോ. അമ്മ ഞാൻ പോവാണ്, ലേറ്റായി. കൊച്ചു നിനക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും വേണ്ടേ? ബ്രേക്ക്ഫാസ്റ്റ് തിന്നിട്ട് പോ. വേണ്ട, അപ്പൊ അവിടെ ക്യാൻറ്റീൻ ഉണ്ടല്ലോ, ഞാൻ അവിടെ നിന്ന് കഴിച്ചോളാം. എടി കൊച്ചു പോവല്ലേ. ഓ, ഇവക്കൊക്കെ വേണ്ടി വച്ചുണ്ടാക്കുന്നത് എന്നെ പറഞ്ഞാൽ മതി. ഇനിയിപ്പൊ ബസ് വരില്ലെന്ന് തോന്നണം. ഇനിയിപ്പൊ നടക്കാം, അല്ലാണ്ട് വേറെ വഴിയൊന്നുമില്ല. എടാ, ഇവളെ പാർവതി അല്ലേ, ആ ഒളിച്ചോടി പോയ ചേച്ചിയുള്ള? അതേടാ, ഇത് അവള് തന്നെയാ. ഇനി ഇവളും ആരുടെ കൂടെ പോകുന്ന ആർക്കറിയാം. വഴി ഇവളുടെയും വാർത്ത കേൾക്കണ്ട വരും. നിക്കടി അവിടെ. നീ എന്താ മിണ്ടാണ്ട് പോന്നെ? നീയും വരുന്നോ ഞങ്ങളുടെ പൊളിച്ചോടെ? നിനക്കൊന്നും അമ്മയും പെങ്ങളും ഇല്ലാത്തോണ്ടാണോ വഴി കയറി പോന്ന പെണ്ണുങ്ങളുടെ കൈ കയറി പിടിക്കുന്നത്? നീ എന്നെ അടിച്ചു അല്ലേ? നിനക്ക് ഞാൻ ശരിയാക്കി തരുന്നുണ്ട്. ഞാനേ കരാട്ട ബ്ലാക്ക് ബെൽറ്റാ. കൂടുതൽ ഇങ്ങോട്ട് കളിക്കാൻ വന്ന എല്ലാം അതിനടുത്ത് എറിയും. മര്യാദക്ക് ഇവിടുന്ന് പോകുന്നതായിരുന്നു. അയ്യോ പെങ്ങളെ, ഞങ്ങളെ വിട്ടേക്ക്. ഇനി ഒരിക്കലും ഞങ്ങൾ അങ്ങനെ ചോദിച്ചോണ്ട് വരില്ല. പ്ലീസ്, ഞങ്ങൾ പോവാം. എന്തായാലും ഇവള് കൊള്ളാം. ഹേയ് ടാക്സി. ആ, നീ വന്നോ? ഇന്ന് കുറച്ചധികം ലേറ്റ് ആയി ഞാൻ. നീ ലേറ്റ് ആയാലും ഇല്ലെങ്കിലും ഇവിടുത്തെ ചെയർമാന് പ്രശ്നമൊന്നുമില്ലല്ലോ. അങ്ങേരിന്ന് രാവിലെ വന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു നീ വരുമോ, നീ എന്ത് ചെയ്യുന്നൊക്കെ. പിന്നെ ഇന്നെന്തോ ഇവൻ മീറ്റിംഗ് ഉണ്ടെന്നും കൂടെ പറഞ്ഞു. ഇങ്ങേർക്ക് നിന്റെ പുറകടക്കൽ മാത്രമാണ്. നീ അയാളെ പറ്റി പറയുന്നത് നിർത്താമോ? എനിക്കിനി അയാളെ പറ്റി കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. അല്ലെങ്കിൽ തന്നെ റൂമിലൊരു സ്വസ്ഥതയില്ല. എനിക്ക് ഈ ജോലി വളരെ ഇമ്പോർട്ടൻ്റ് ആയിപ്പോയി. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ പിടിച്ചു നിൽക്കുന്നത്. അല്ലെങ്കിൽ എപ്പോഴാ പോയാൽ. അത് വേണം. നിന്റെ ചേച്ചിയുടെ കാര്യം എന്തായി? ചേച്ചി പോലും അവള് കാരണം ഞാൻ ഇവിടെ ഇങ്ങനെ നിൽക്കുന്നതന്നെ. ഞാൻ എന്തോരം അനുഭവിച്ചു ഇതുവരെയുള്ള നാളുകൾ വരെ. ഇന്നാണ് ഞാൻ എന്തോരം കേട്ടോന്നറിയും. റോട്ടിൽ പോണവരും വരുന്നവരും എല്ലാവരും ഇത് തന്നെയാ പറച്ചില്. എല്ലാവർക്കും ഡൗട്ടാ ഞാനിനി അതുപോലെ പോവാന്ന്. അറ്റ്ലീസ്റ്റ് അവൾക്ക് എന്നെ പറ്റിയെങ്കിലും ഒന്ന് ആലോചിക്കായിരുന്നു. അത് ചെയ്യാത്തവളെ ഞാൻ എന്തിനാ ചേച്ചിന്ന് വിളിക്കുന്നത്? നീ അതെ വീട്. എന്നാ പിന്നെ നീ ജോലി ചെയ്തോ, സമയം പോവാ. പാർവതി, നിന്നെ സാറ് ക്യാബിനിലേക്ക് വിളിക്കുന്നുണ്ട്. ആ, ഞാൻ വരാം. നീ കബഡി മേലെ അടങ്ങിയിരുന്നാ പോലെ ചുമ്മാ വിളിക്കാം. സാറെന്തിനാ വിളിച്ചേ? ആ പാർവതി, തന്നെ വിളിച്ചു വരുത്തിയത് ഇന്നലത്തെ എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. സാർ പ്ലീസ് അണ്ടർസ്റ്റാൻഡ് മീ. ഐ ഡോണ്ട് ലൈക്ക് യു.
നിങ്ങൾക്ക് 40 വയസ്സായി, എനിക്ക് 25 വയസ്സുള്ളൂ. സി പാർവതി, അതൊക്കെ ഒരു കാരണമാണോ? ഇത്ര ആൾക്കാർ ഇത്ര വയസ്സിന് മൂത്തവരെ കിട്ടുന്നു, അതൊരു പ്രശ്നമല്ല. സാറ് പറഞ്ഞവർ ഇഷ്ടപ്പെടുന്നവർക്ക് എപ്പോൾ വേണേലും കല്യാണം കഴിക്കാം, അതിന് പ്രായമൊന്നുമില്ല, ശരിയാണ്. പക്ഷെ എനിക്ക് താങ്കൾ ഇഷ്ടമല്ലല്ലോ, അതെങ്ങനെ കല്യാണം കഴിക്കും? ബാക്കി നമുക്ക് മീറ്റിംഗ് കഴിഞ്ഞ് സംസാരിക്കാം, അതായിരിക്കും നല്ലത്. സാർ എന്തിനാ എന്നെ ഇങ്ങനെ ടോർച്ചർ ചെയ്ത്? ഇനി ഇതിനെ പറ്റിയൊരു തർക്കം വേണ്ടെന്ന് വെച്ചാൽ പോരെ, വെറുതെ എന്തിനാ? ദിസ് ഇസ് നോട്ട് ടോർച്ചറിങ് പാർവതി, ഇറ്റ്സ് ലവ്, പ്യാർ, ഇഷ്ക്. അതിനത് ഒരാൾക്ക് മാത്രം തോന്നേണ്ട കാര്യമല്ല സാർ, രണ്ടുപേർക്കും തോന്നണ്ടേ? ഇപ്പൊ പാർവതി ചെല്ല്, നമുക്ക് മീറ്റിംഗ് കഴിഞ്ഞ് ബാക്കി സംസാരിക്കാം. നീ എന്റെ പാർവതി, നിന്നെ വേറെ ആർക്കും ഞാൻ വിട്ടുകൊടുക്കില്ല. സാറെന്താടി പറഞ്ഞ? പാർവതി, നീ എന്തിനൊക്കെ അറിയുന്നേ? എന്താ കാര്യം പറ, അയാൾ എന്തെങ്കിലും ചെയ്തോ? എനിക്ക് ഈ ജീവിതം മടുത്തു, അയാൾക്ക് എന്നെ വേണം പോലും. ഞാൻ എന്ത് തെറ്റ് ചെയ്തിട്ട് എല്ലാവരും എന്നെ പുറകെ തന്നെ നടക്കുന്നത്? എൻ്റെ കുടുംബത്തെ ഓർത്ത് മാത്രമാണ് ഞാൻ പിടിച്ചേക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇവിടെ നിൽക്കില്ല. സാരില്ല, എന്തിലൊരു വഴി ദൈവം കാണിക്കാണ്ടിരിക്കില്ല. നീ ഇപ്പം കരയാണ്ടിരിക്കുക. ഞാൻ നിന്റെ സമയം വെറുതെ ആളുന്നില്ലേ, നീ ജോലി ചെയ്തോ, ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അല്ല, നീ ഇതെങ്ങോട്ട് പോവാ? ഞാൻ രാവിലെ ഒന്നും കഴിക്കാണ്ടാ വന്നേ, വിശക്കുന്നു, എന്തെങ്കിലും പോയി കഴിക്കണം. എന്നാ നീ പോയിട്ടോ. അപ്പോ എല്ലാവരും ഞാൻ പറഞ്ഞ പോലെ ചെയ്യണം. അപ്പൊ എല്ലാവരും പൊക്കോ. പാർവതി വെയിറ്റ്. നിന്നെ ഇതുപോലെ ഒറ്റക്കിട്ടാൻ ഞാൻ കുറെ നാളായി കൊതിച്ചിരിക്കായിരുന്നു. അപ്പൊ എന്റെ ടച്ചസ് ഒക്കെ നിനക്ക് ഇഷ്ടമാണ്, നിനക്ക് എന്നെ കെട്ടാൻ മാത്രം പറ്റില്ല അല്ലേടി? അതെ, നിങ്ങൾ എനിക്ക് കെട്ടാനും പറ്റില്ല, ടച്ചാനും പറ്റില്ല. ഇനി ഞാൻ തരാൻ പോണ സാധനം എന്നെ എപ്പോ കണ്ടാലും നീ ഓർക്കണം. എന്റെ കീഴിൽ തന്നെ അനുസരിച്ച് കണ്ട ഒരാവശ്യമില്ല, അതുകൊണ്ട് ഞാൻ ഇവിടെ നിന്ന് പോവാ. മറ്റേ രാമനോ? അവനെ പറ്റി ഇവിടെ സെർച്ച് ചെയ്യും. ഈ കള്ള് ഷാപ്പിലോ? ശരി സാർ, നോക്കാം. സാർ, അവനെ കിട്ടി. ദേ, സാറിന് എങ്ങനെയാ സാറേ ഞാൻ ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം മനസ്സിലായേ? ദാറ്റ്സ് എ ബിഗ് സ്റ്റോറി. പോലീസ് സ്റ്റേഷനിൽ ചെന്നിട്ട് പറഞ്ഞുതരാം. ദേവ്, നീ അവനെ കൊണ്ട് പോക്കോ, ഞാനിപ്പോ വന്നേക്കാം. സാർ, അപ്പോ നിങ്ങളെങ്ങനെ വരും? വണ്ടിയോ? ഞാൻ എങ്ങനെയും വന്നോളാടാ, നീ അങ്ങ് പൊക്കോ. ഓക്കെ സാർ, വാട ഇവിടെ. ഹേയ്, രാവിലെ നമുക്കങ്ങനെ പരിചയപ്പെടാൻ പറ്റിയില്ല അല്ലേ? അതിന് താനേതാ? ഞാൻ ശിവറാം, ഇവിടുത്തെ പോലീസ് ഓഫീസർ അല്ലെങ്കിൽ സിറ്റി കമ്മീഷണർ ആയിട്ട് വരും. അപ്പൊ പോലീസ് സ്റ്റേഷനിൽ കുറെ കോഴികളും ട്രാൻസ്ഫർ ആയിട്ട് വരുന്നുണ്ടല്ലേ? നല്ല ചെടി. ഞാൻ ഒന്ന് പരിചയപ്പെടാൻ വേണ്ടി വന്നതാ. പരിചയപ്പെടാൻ വന്ന ആള് ശരിയായില്ല, എന്നാ പിന്നെ ഞാനങ്ങ് പോയേക്കാം. ഹേയ്, ഞാൻ വെറുതെ പറഞ്ഞതാ, ഒരു തമാശക്ക്. പിന്നെ എൻ്റെ പുറകെ കുറേ ആൾക്കാർ നടക്കാറുണ്ട് ഇതുപോലെ, അപ്പോൾ അവരെ ഒന്ന് ഒഴിവാക്കുന്ന പോലെ ഒഴിവാക്കാൻ ശ്രമിച്ചതാ. ഐ എം സോറി. ബൈ, തന്റെ പേരെന്താ? ഒരു പോലീസ് ഓഫീസർ അല്ലേ, പറ്റാണ് എൻ്റെ പേര് കണ്ടുപിടിക്ക്. അപ്പം ഞാൻ പോവാ, ബൈ. ഒരു ക്ലൂ തരാം, പേര് വകയിൽ ഞാൻ നിങ്ങളുടെ ഭാര്യ. എന്നാൽ
എന്നാലും അവളെങ്ങനെ എൻ്റെ ഭാര്യയാവുന്നത്? പേരുവാക്കിയില്ല ഭാര്യയാണ്. എന്താടാ നീ ഇരുന്ന് ആലോചിക്കുന്നത്? ചേച്ചി, ഇന്ന് ഞാനൊരു പെണ്ണിനെ കണ്ടു. അവളെ പരിചയപ്പെട്ടപ്പോൾ അവൾ പറഞ്ഞു, അവളുടെ പേര് പറയാൻ പറഞ്ഞപ്പോൾ അവൾ പറഞ്ഞു അവൾ എൻ്റെ ഭാര്യയായിട്ട് വരും. അതെങ്ങനെ എന്നാലും എൻ്റെ ഭാര്യയാവുന്നതെന്ന് എനിക്ക് മനസ്സിലാവാത്തത്. എടാ പൊട്ട, നിന്റെ പേരെന്താ? ശിവറ. പേര് വകയിൽ നിന്റെ ഭാര്യയായിട്ട് വരുമെന്നല്ലേ പറഞ്ഞത്? അപ്പൊ അവളുടെ പേര് മിക്കവാറും പാർവതിന്നോ അങ്ങനെ വല്ലതായിരിക്കും. ഓ, പാർവതി. അവളുടെ ഐഡിയ കൊള്ളാലോ. ഒത്തിരി കൊള്ളിക്കണ്ട, എന്റെ പൊന്നുമോൻ പോയി കിടന്ന് ഉറങ്ങാൻ നോക്ക്. ശിവപാർവതി. ഓ മൈ ഗാഡ്. ഗൈസ്, ഐ എം റിയലി സോറി. കാരണം ഇതൊരു 1 ഷോട്ടാക്കി എടുക്കാനായിരുന്നു എൻ്റെ പ്ലാൻ. പക്ഷേ ഇപ്പം ഇത് 3 ഷോട്ടാക്കി ഇറക്കേണ്ട അവസ്ഥയാണ്. കാരണം ഇത്തിരി പോലും സ്റ്റോറേജ് വരുമ്പോൾ ഭയങ്കരമായിട്ട് ഈ ഫോൺ ഹാങ് ആവുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ എഡിറ്റ് ചെയ്യാൻ നിന്ന് കഴിഞ്ഞാൽ മൊത്തം കൊള്ളാവും. അപ്പം അതുകൊണ്ട് എന്തായാലും നമുക്ക് 3 ഷോട്ടായിട്ട് ഇടാം. ഇതൊന്നുമല്ല, കുറേ ഉണ്ട്. അപ്പോൾ 3 ഷോട്ടാക്കി ഇറക്കുന്നതായിരിക്കും ഏറ്റവും നല്ലതെന്നാണ് എൻ്റെ ഒരു ഇതിൽ. കാരണം കുറച്ചും കൂടെ സ്റ്റോറേജ് ഫ്രീ ആവും. കുറച്ചാക്കി ഇറക്കിയാൽ മതിയല്ലോ. അപ്പോൾ എന്തായാലും എല്ലാവരും വെയിറ്റ് ചെയ്യണം. ഐ ആം റിയലി സോറി. അപ്പോൾ നെക്സ്റ്റ് എപ്പിസോഡിൽ കാണാം.